ഭഗവാനെ, റാം ഭേദമായി ഓഫീസിലേക്ക് വരുന്ന ദിവസം റാമിന് വേണ്ടി മൃത്യുഞ്ജയ ഹോമം നടത്താമെന്ന് ഞാൻ നേർന്നിരുന്നു. ആ നേർച്ച നടത്താൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. റാം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഞാൻ സന്തോഷിക്കുന്നത് എന്റെ സീത അടുത്തുള്ളപ്പോഴാണ്. സീതയുടെയും സിഹിയുടെയും കൂടെ ലൈഫ് ലോങ് ജീവിക്കുന്നതിനപ്പുറം മറ്റൊരാഗ്രഹവും എനിക്കില്ല എന്റെ ഭഗവാനെ. എന്റെ സീത എനിക്ക് കിട്ടുമോ? അവൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എനിക്കെന്തോ മാറ്റം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സിൽ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്റെ ഇമോഷൻസ് ഞാൻ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. ഒരു നിമിഷമെങ്കിലും എനിക്ക് റാമിനോട് തോന്നിയ ഇമോഷൻ മറ്റൊന്നു തന്നെയായിരുന്നു. അവനെയും ചാന്ദിനി മാമിനെ ഒരുമിച്ച് കണ്ടപ്പോ എനിക്ക് വല്ലാതെ വിഷമമായി. എന്തിനാ എന്റെ മനസ്സിലിങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ തോന്നിപ്പിക്കുന്നേ? അവന്റെ പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും നന്നായിരിക്കാൻ ഞാൻ വിഷ് ചെയ്യണം. അത് മറന്ന് വേറെ എന്തൊക്കെയാ ഞാൻ ചിന്തിക്കുന്നത്? സീതയ്ക്ക് എന്നോട് ഇഷ്ടം തിരിച്ചുണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് കാട്ടിത്താ ഭഗവാനെ. എന്റെ മനസ്സിലുള്ളതല്ല ഞാൻ അവളോട് തുറന്നു പറഞ്ഞോളാം. സീതയോടെല്ലാം തുറന്നു പറയാൻ പറ്റിയ ഈ ചാന്ദിനിയും അവളുടെ ഓർമ്മകളും ഒരിക്കലും എന്നെ വേട്ടയാടില്ല. സിഹിയുടെ ലൈഫ്, എന്റെ പാസ്റ്റ്, ഇതൊക്കെ മറന്നുകൊണ്ട് ഞാൻ റാമിനെ ആഗ്രഹിക്കുന്നത് ശരിയല്ല. ശരിക്കും തെറ്റുപറ്റിപ്പോയി ഭഗവാനെ. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്തകളൊന്നും എന്നെ കൊണ്ട് തോന്നിപ്പിക്കരുതേ. റാം എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. അതിൽ കൂടുതൽ മറ്റൊന്നുമില്ല. എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി നീ എനിക്ക് തരണം, പ്ലീസ്. എന്റെ ജീവിതത്തിലെ വൺ ഓഫ് ദ ഫാന്റസീസ് നിറവേറി. ഫാന്റസിയോ? അതെന്താ? എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇതുപോലെ പുറത്തു വന്ന് ഒരു കോഫിയൊക്കെ ഷെയർ ചെയ്തിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മഴ മാത്രം മിസ്സിംഗ് ആണ്, പക്ഷെ അത് കുഴപ്പമില്ല. നീ അടുത്തുള്ളതുകൊണ്ടാണോന്നറിയില്ല, ഞാൻ കുടിച്ചതില് ഏറ്റവും നല്ല കോഫി ഏതാണെന്ന് അറിയോ? ദേ ഇത് ബെസ്റ്റ് കോഫി. താങ്ക് യു. താങ്ക്സോ? എന്തിനാ താങ്ക്സ് പറയുന്നേ? ഞാൻ ഇതിന്റെ ബില്ലൊന്നും കൊടുക്കില്ല, നീ തന്നെ കൊടുക്കണം. അയ്യോ, അതിനൊന്നുമല്ല. ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്ന ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് നിങ്ങളോട് താങ്ക്സ് പറഞ്ഞു എന്ന് മാത്രം. അതായിരുന്നോ? ഓക്കെ ഓക്കെ, ലേറ്റ് ആയി പോയാലോ? ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാലേ ആ സുബലക്ഷ്മിയുടെ പ്രഭാഷണം കേൾക്കേണ്ടി വരും ഞാൻ. പിന്നെ രാത്രി ലേറ്റ് ആയിട്ട് പുറത്ത് കറങ്ങരുത്, ഒരാണുങ്ങളെയും വിശ്വസിക്കരുത്, വളരെ ലളിതമായിട്ട് ജീവിക്കും, നിങ്ങൾക്ക് നല്ല ചെറുക്കനെ കിട്ടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങും അവള്. സീരിയസ്ലി? അത് നീ എന്റെ ചെറുക്കനെ കാണാഞ്ഞിട്ടാ? ഒന്നും പരിചയപ്പെടുത്തി തന്നാ നിനക്ക് തന്നെ മനസ്സിലായിക്കോളൂന്ന് നല്ല ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നാ എന്തായാലും മീറ്റ് ചെയ്യണമല്ലോ. അതിനിപ്പോ എന്താ, മീറ്റ് ചെയ്യാലോ. പക്ഷേ ഇപ്പൊ അവളുടെ പുരാണം കേൾക്കാതിരിക്കണമെങ്കിൽ ഞാനിപ്പോ പോണം. എന്നാ പോയാലോ? ഓക്കെ. നിങ്ങൾ ഏൽപ്പിച്ച ടാസ്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ എന്തായാലും റാം സാറിന്റെ മുത്തച്ഛനുമായിട്ട് വളരെ ക്ലോസ് അല്ലേ? നിങ്ങൾ എന്താ അദ്ദേഹത്തിനോട് പോയി റാമിന്റെ ലവർ ശരിയല്ല, അത് ലവ്വേ അല്ല, അവന് സീത എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞു പോലും മനസ്സിലാക്കി കൊടുക്കാത്തെ? എന്തായാലും നിങ്ങൾ പറയുന്ന അദ്ദേഹം കേക്കില്ലേ? എന്നാ പിന്നെ ഇതങ്ങ് ആദ്യം ചെയ്താ പോരെ? ശരി, ഞാൻ സൂര്യയോട് സംസാരിക്കാം. പോയാലോ? അത്രയുള്ളോ? ബില്ല് നേരത്തെ പേ ചെയ്തതല്ലേ? ഓ എന്റെ ഭഗവാനെ, എന്തു പറ്റി? കുറച്ചൊന്ന് സ്വീറ്റ് ആയിട്ട് ബൈ, ലവ് യു, മിസ് യു എന്നൊക്കെ ഇതുപോലൊന്നും ആരോടും പറഞ്ഞിട്ടില്ലേ? ഇല്ല. ശരി, നീ ഒന്നും പറയണ്ട. ലാലേട്ടന്റെ ഒരു സോങ് കേട്ടിട്ടില്ലേ? ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ, കേട്ടിട്ടില്ലേ? നിന്റെ മുഖത്ത് ആ ചിരി ഉണ്ടെങ്കിൽ എനിക്ക് അത് മാത്രം മതി. വാ, വന്നേ പോവാ. താങ്ക് യു. എന്റെ സീത എനിക്ക് കിട്ടണേ ഭഗവാനെ. പ്ലീസ്, റാമിനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തണേ ഭഗവാനെ. സീത എന്റേത് മാത്രമാവണേ. പ്ലീസ് ഭഗവാനെ, റാമിനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തണേ.
നിർത്തണേ ഭഗവാനെ. സീത എന്റേതാവണേ ഭഗവാനെ. നിങ്ങൾ പറഞ്ഞതുപോലെ ശ്രീരാമന്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ടുണ്ട്. പ്രസാദം പിടിച്ചോളാ. ഓ, എവിടെ നോക്കിയാലും ഫീൽഡേഴ്സ് മാത്രം. ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ? ഗ്യാപ്പ് ഉണ്ടാക്കിയേട്ടാ. അശോക, എന്താടാ ഓഫീസിൽ നേരത്തെ വന്നേ? റാം അവിടെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. എനിക്ക് സൂര്യ ഒന്ന് കാണണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓ, അത് ശരി. ഹായ് മാമ. ഇതേതായാലും നന്നായി. കറക്റ്റ് സമയത്താണ് കോഫി കൊണ്ടുവന്നത്. സാധന അശോകന് കോഫി കിട്ടിയ എന്താ വേണ്ടത് ചോദിക്കേ. ഞാനുണ്ടാക്കുന്ന കോഫിയും ടീയും ഒന്നും അശോകിന് ഇഷ്ടമായില്ലെങ്കിലോ, അതുകൊണ്ടാ ചോദിക്കാൻ ഞാൻ. അല്ല നീ എന്താ ഇങ്ങനെ ചെറിയ ഇറ്റ്സ് ഓക്കെ. എനിക്കിപ്പോ ഒന്നും വേണ്ട, ഞാൻ സൂര്യ കാണാൻ വേണ്ടി വന്നതാ. അല്ല ഇവളെന്താ ഇങ്ങനെ. അനിയാ ഇന്ന് വന്നേ. നിന്റെ ഭാര്യയുടെ കോച്ച് ആരാന്ന് പറഞ്ഞ? ആരാ? എന്റെ ഭാര്യ. ട്രെയിനിങ് അടിപൊളിയായിരിക്കും. ചെക്ക്. ഇനി ഇത് പൊട്ടിക്കേ. ഹായ്, നമുക്കൊന്ന് മാറിയിരുന്ന് സംസാരിച്ചാലോ? വാ. സൂരി, എന്താ അശോക, എന്തൊക്കെയാ ഓഫീസിലെ അവസ്ഥയൊക്കെ എന്താ? എൻ്റെ കുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ജോലി ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സൂരി, അതൊക്കെ വിട്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു സീരിയസ് ആയ കാര്യം സംസാരിക്കാനാണ് വന്നത്. റാമിന് ഫസ്റ്റ് ടൈമാണ് ശരിക്കും പ്രേമം തോന്നുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച പോലെ അവൻ്റെ സ്വഭാവത്തിൽ, ജീവിതത്തിൽ, ഒരാളെ നോക്കിക്കാണുന്ന രീതിയിൽ എല്ലാം മാറിയിട്ടുണ്ട്. അവൻ മലേഷ്യയിൽ എങ്ങനെയായിരുന്നു, ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഐ എം റിക്വസ്റ്റിംഗ് യു, പ്ലീസ് ഹെൽപ്പ് ഹിം. റാമിനെയും സീതയെയും ചേർത്ത് നിർത്തു സൂരി. മനുജരെ ഹൃദയത്തിലുള്ളതിൻ വേദന സഹിപ്പാൻ മനസ്സിനെ സൂരി, ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നേ, കേൾക്കുന്നുണ്ടോ? നിന്റെ തമാശയെ കുറിച്ച് നിർത്തിക്കേ. തമാശയോ? സൂരി, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. നീ പറഞ്ഞ പോലെ സീതാരാമ പ്രണയഗാഥ സീരിയസ് ആയിരുന്നെങ്കിൽ വീട്ടിലേക്ക് കയറി വന്നാ ഇറങ്ങി പോവാൻ പറയോ? നിന്നെയും വേണ്ട, നിന്റെ കമ്പനിയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് റിസൈൻ ചെയ്യാൻ നിൽക്കുവോ? ബട്ട് സൂരി, റാം സീതയെ അവൻ ഇഷ്ടമുണ്ടായാൽ മതിയോ? അവക്കും ഇഷ്ടം വേണ്ടേ? രണ്ട് കൈയും ചേരുമ്പോഴേ ശബ്ദം വരൂ. അതുപോലെ പ്രണയത്തെയും രണ്ട് മനസ്സും അംഗീകരിക്കണം. രാമും സീതയും ഒരുമിച്ച് എന്റെ മുന്നിൽ വന്നു നിന്ന് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, കല്യാണം കഴിക്കണമെന്ന് പറയട്ടെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. നീ തന്നെ പറ, ഈ ലോകത്തിലെ സ്നേഹിക്കുന്ന എത്ര പേര് കല്യാണം കഴിക്കുന്നുണ്ട്? നോക്ക്, മനുഷ്യരാണെങ്കിൽ ഇണയും തുണയും ദാമ്പത്യവും കുടുംബവും ഒക്കെ ഉണ്ടായേ പറ്റൂ. വംശം നിലനിൽക്കണം, അതാ ശാശ്വതമായ ജീവിതം. അതായത് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? രാമൻ കല്യാണം കഴിച്ചേ പറ്റൂ, പക്ഷെ പെണ്ണാരാണെന്ന് എനിക്കറിയില്ല. ഉടനെ ഈ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നേ പറ്റൂ, അല്ലെങ്കിലേ എന്റെ വാണി എന്നോട് ക്ഷമിക്കില്ല.
നോക്ക്, നിന്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നാളെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്ക്. നാളെ രാവിലെ വീട്ടിലേക്ക് വാ, സംസാരിക്കാം. തന്നെ ഇവിടെ കണ്ടത് തന്നെ ഒരു സർപ്രൈസാ. എനിക്കും അതെ. നീ ഒറ്റയ്ക്കാണോ വന്നത്? അതെന്താ, പിന്നെ കൂടെ ആര് വരാനാ? ഓ, താൻ വിചാരിച്ചത് ചാന്ദിനി എൻ്റെ കൂടെ വന്നു കാണുമെന്നാ? പറ, തനിക്ക് അങ്ങനെ തോന്നിയോ? താനെന്തിനാ എൻ്റെ പേരിൽ പൂജ നടത്തിയത്? നിങ്ങൾക്ക് ആക്സിഡന്റ് നടന്നപ്പോ ഞാനൊരു പൂജ നേർന്നിരുന്നു. അത്രേ ഉള്ളൂ സീത, പറ, അത്ര മാത്രമേ ഉള്ളൂ? ഒരു വെറുതെക്കാരന് വേണ്ടി ഒരാൾ പോയി നേർച്ചയൊക്കെ ചെയ്യോ? പറ. എന്നുവെച്ചാ നമ്മൾ ആരെയാണോ നന്നായി കാണേണ്ടത് അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ നേർച്ച നേരുക. അതായത് നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയല്ലേ? ആം ഐ റൈറ്റ്? അപ്പാർട്ട്മെന്റിൽ നിന്ന് നാടകം, അതിന്റെ ഒരുക്കമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പോകണമായിരുന്നു. സോ പോവല്ലേ? ആക്ച്വലി ഞാനിങ്ങനെ അമ്പലങ്ങളിലേക്കൊന്നും വരാറില്ല. പക്ഷെ ഇന്ന് ഞാൻ വന്നു. അതിന്റെ കാരണം ആരെന്നറിയോ? സിഹി. സിഹിയോ? ഇന്നെന്തോ എനിക്ക് എൻ്റെ അമ്മയെ വല്ലാതെ ഓർമ്മ വന്നു. നമ്മളൊക്കെ ഇങ്ങനെ വഴി കൂടെ നടക്കുമ്പോ കാല് തെറ്റി വീഴില്ലേ? അപ്പോ നമ്മുടെ നാവിൽ ആദ്യം വരുന്ന വാക്ക് അമ്മ എന്നല്ലേ? ഇതും അതുപോലെ. ചിലപ്പോ മനസ്സിന് വേദനിച്ചതുകൊണ്ടാവും അമ്മയെ ഓർമ്മ വന്നത്. എന്റെ പ്രശ്നം എന്തെന്നാ, എന്റെ ബന്ധുക്കളെന്ന് ഞാൻ ആരെയൊക്കെ കരുതുന്നുണ്ടോ അവരോട് ആരോട് ഇതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല സീത. എന്നെ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റൂന്ന് ഞാൻ വിചാരിക്കുന്നത് സീത. അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോഴെനിക്ക് സിഹിയുടെ കോള് വന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാനിങ്ങനെ ജീവിക്കാൻ കാരണം തന്നെ സിഹിയാണ്. ഇൻഫാക്ട് എന്നെ ഈ അമ്പലത്തിലേക്ക് അയച്ചത് തന്നെ സിഹിയാണ്. പ്ലീസ്, വെറുതെ നിങ്ങൾ വിഷമിക്കാതെ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. നിങ്ങളുടെ അമ്മ നിങ്ങൾ ഉറപ്പായിട്ടും എവിടെന്നെങ്കിലും കാണുന്നുണ്ടാവും. അവര് നിങ്ങളോട് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം മറ്റാരെങ്കിലും വഴി നിങ്ങളിലേക്ക് എത്തും. അതിരിക്കട്ടെ, നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഐ എം റിയലി സോറി. ഞാനത് ചോദിക്കരുതായിരുന്നു. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. ഈ സ്ഥലം ശരിക്കും രസമുണ്ടല്ലേ? ഇവിടെ വന്നപ്പോഴാ എന്റെ മനസ്സ് ശരിക്കും ഒന്ന് ശാന്തമായത്. ഐ എം സോറി. നിങ്ങൾ അമ്മയെക്കുറിച്ച് ഓർത്ത് ആ ഓർമ്മയില് സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരിക്കും ഇങ്ങോട്ട് വന്നത്. ഞാൻ വെറുതെ ഓരോന്ന് ചോദിച്ച് നിങ്ങളുടെ പ്രൈവസി ഡിസ്റ്റർബ് ചെയ്യാണ്. ഞാൻ പോയേക്കാം. ഒരവസരം കിട്ടിയാൽ തനിക്ക് പോണം എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ എൻ്റെ അടുത്തുനിന്ന് എപ്പോഴും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? സത്യം പറ, താൻ അമ്പലത്തിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ നിനക്ക് സന്തോഷം തോന്നിയില്ലേ? പക്ഷേ ഞാൻ തന്നോടൊരു കാര്യം പറയട്ടെ. തന്നെ ഈ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി. ഞാൻ എന്തന്വേഷിച്ചാണ് ഇവിടെ വന്നത് അത് തന്നെ എനിക്ക് കിട്ടിയത്. എന്റെ സമാധാനവും എന്റെ കംഫർട്ടും എല്ലാം താനാണോ? പക്ഷെ താൻ എന്തിനാ എപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, എന്നെ താൻ ഡിസ്റ്റർബ് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ച് തല ഇങ്ങനെ പുണ്ണാക്കുന്നേ? വായി.
ഒരു സത്യം ഞാൻ പറയാൻ നീ കേട്ടോ. ഞാനിപ്പോ ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് നിന്നെ എനിക്ക് തരണേന്നാ. ഞാൻ ആഗ്രഹിച്ച കാര്യം വിത്തിൻ സെക്കൻഡ്സ് ദൈവം നിറവേറ്റി. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ താൻ എന്റെ മുമ്പിൽ നിൽക്കുക. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? മനസ്സിലാക്കിക്കോ, ദൈവം തന്നെ നമ്മളെ അടുപ്പിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. താൻ അതൊന്നും മനസ്സിലാക്കാതെ എന്റെ അടുത്തുനിന്ന് വീണ്ടും അകന്നു പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വൈ? നീ ശരിക്കും എന്റെ അടുത്തുനിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ സീത? അല്ല, എന്റെ കൂടെ ഉണ്ടാവണം, എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടും ഹൃദയത്തെ കല്ലാക്കി എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്ന. അല്ല, എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഐ റിയലി വണ്ടർ. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ എങ്ങനെ അകറ്റി നിർത്തിക്കൊണ്ടിരിക്കോ? അല്ല, താനെന്താ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നോട് പോണമെന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ? അതിങ്ങനെ എപ്പോഴും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ബിക്കോസ് ഐ റിയലി ഡോണ്ട് വാണ്ട് യു ലൂസ് യു എവർ അഗൈൻ. താൻ പോകും മുമ്പ് ഞാൻ തന്നെ പോയി തരാം. ഓക്കെ ഫൈൻ, ബൈ, ഐ എം ലീവിംഗ്. റാം 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 റാം, ഒരു മിനിറ്റ് അവിടെ ഒന്ന് നിൽക്ക്. റാം റാം പ്ലീസ് അവിടെ നിൽക്ക്. എനിക്ക് നീ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. എന്താന്ന് തെളിച്ച് പറ. എന്തിനു പറയണം? അല്ല, ഇപ്പൊ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ തന്നോട് ഒന്നും പറയാഞ്ഞിട്ട് പോലും ചാന്ദ്രൻ എന്റെ ലവറാൻ താൻ വിചാരിച്ചില്ലേ? ഇവിടേക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടും ഞാൻ വന്ന അവളുടെ കൂടെ താൻ വിചാരിച്ചു. ഞാൻ തന്റെ കൂടെ എപ്പോ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നാലും എന്നെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോവാനതാ നോക്കുന്നേ. തനിക്കെല്ലാം അറിയുന്നതല്ലേ സീത? എന്നിട്ടും എന്റെ മനസ്സ് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല? അല്ല, എന്റെ മനസ്സ് എന്താണെന്ന് താനെന്തിനാ അറിയുന്നത്? Who am I? I'm nothing to you, right? I'm just your boss. എന്റെ മനസ്സ് എന്തായാലും തനിക്കെന്താ? Why do you care? Why do you even care to know that I love you? Yes, I'm in love with you. അത് ഞാൻ തുറന്നു പറഞ്ഞാൽ നീ എന്താണ് പറയാൻ പോകുന്നത് എനിക്കറിയാം. നിന്റെ പെണ്ണ് കൂടെ ഉള്ളപ്പോ നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ റാമെന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയും. എന്റെ മനസ്സെന്താണെന്ന് നീ അറിയുകയും വേണ്ട, നീ മനസ്സിലാക്കുകയും വേണ്ട. ആൻഡ് മോറോവർ സീത, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് നിന്റെ ലൈഫ് ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഐ എം ലീവിംഗ്, ബൈ. I'm sure she's upset with me. ചിലപ്പോൾ ഞാൻ കാരണം നടത്തിട്ട് അവൾ ഓഫീസിൽ പോലും വരില്ലെന്നാണ് കരുതുന്നത്. എങ്ങനെ ഞാനതൊക്കെ തുറന്നു പറഞ്ഞേ? എവിടുന്ന് എനിക്ക് ധൈര്യമൊക്കെ വന്നത്? സീത ഇപ്പൊ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. റാം എന്ത് ഭ്രാന്തൊക്കെ ഈ പറഞ്ഞിട്ട് പോയെന്നാണ് അവൾ വിചാരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഉറപ്പ് അതുപോലെ ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഹലോ, അതെ, ഈ തൈലത്തിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടറോടൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യാമെന്ന് കരുതി വിളിച്ചതാ. അതല്ല, ഇതിന് മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. വേദനയുള്ളിടത്ത് പുരട്ടിക്കോളൂ എന്ന് കരുതി വെറുതെ തൈലത്തെ മാത്രം ആശ്രയിച്ചിരിക്കരുത്. ഫിസിയോതെറാപ്പിയിൽ പറഞ്ഞതുപോലെ എല്ലാ എക്സസൈസും ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് വേഗം ഭേദാവുള്ളൂ. ഓക്കെ, ഡോക്ടർ എന്താണോ പറയുന്നത് അങ്ങനെ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത കൺസൾട്ടേഷന്റെ ടൈമിൽ ഞാൻ ക്ലിയർ ചെയ്ത് തന്നോളാം. ഓക്കെ. ആൻഡ് ഡോക്ടറുടെ വർക്കിനിടയിൽ സമയം കണ്ടെത്തി എന്നോട് റെസ്പോണ്ട് ചെയ്തല്ലോ. താങ്ക് യു സോ മച്ച്. പേഷ്യൻസ് വിളിച്ച ഏത് സമയത്താണെങ്കിലും ഡോക്ടേഴ്സ് റെസ്പോണ്ട് ചെയ്യണം. അതാ ഞങ്ങളുടെ ജന്മധർമ്മം.
ഫോൺ കൺസൾട്ടേഷനാ? ഒരു പേഷ്യന്റ് വന്നിരുന്നു, വളരെ ഇന്നസെന്റാ. ലേഡീസ് ആണോ ജെന്റ്സ് ആണോ? ജെൻസ്. സൂക്ഷിക്കണേ മോളെ, അല്ലെങ്കിൽ തന്നെ നിന്നെ കാണാൻ നല്ല ഭംഗിയാ. ഇനി ആ പേഷ്യന്റിന് ഡോക്ടറോടെങ്ങാനും ലവ് തോന്നിയാ എന്ത് ചെയ്യും? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നീ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉപദേശം തരുന്നതല്ലേ, അതുകൊണ്ട് നിനക്ക് ഫ്രീ ആയിട്ട് തന്നതാ, പിടിച്ചോ. ഹലോ രാമ, നിന്റെ അനിയത്തി എനിക്ക് ഇന്നൊരു തൈലമൊക്കെ എഴുതി തന്നിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവള് തന്നെ പുരട്ടിത്തരും. എന്റെ സീതയെ നിന്റെ കയ്യിലാക്കാൻ നോക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിന്റെ അനിയത്തി ഇനി എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കും.